വെൽക്കം ബാക്ക് ടു ചാനൽ. നമ്മൾ ക്വയറ്റ് പ്ലേസ് ഡേ 1 എന്ന് പറഞ്ഞ സിനിമ കാണാൻ വേണ്ടി വന്നെങ്ങനെ കേട്ടോ. ക്വയറ്റ് പ്ലേസിൻ്റെ പ്രീക്വലാണ് 1 and 2. അത് ഞാൻ ഈ പടം കണ്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അഭിപ്രായം ചാനലിൽ ഇട്ട് വെച്ചിട്ടുണ്ടെന്ന് കണ്ടുനോക്കിയാണ്. ഓഡി 7 2K ലേസർ പ്രൊജക്ഷൻ വിത്ത് ഡോൾബി അറ്റ്മോസ് 7.1 സറൗണ്ട് സൗണ്ടാണ്. ക്വയറ്റ് പ്ലേസ് ഡേ 1. വാട്ട് എ മൂവി, വാട്ട് എ തിയേറ്റർ എക്സ്പീരിയൻസ്. ഈ സിനിമ ഇതിന് മുന്നേ ഇറങ്ങിയ ക്വയറ്റ് പ്ലേസ് പാർട്ട് 1 and 2ൻ്റെയും പ്രീക്വലാണ്, സ്പിൻ ഓഫ് പ്രീക്വലാണ്. അതിലുള്ള ഒരു ക്യാരക്ടേഴ്സും ഇതിനകത്തില്ല, ഏലിയൻ ഒഴികെ. ഈ ഏലിയൻസ് എങ്ങനെയാണ് വന്നത്, അപ്പം എന്താണ് നടന്നത്, ഇതിന് മുന്നേ ക്വയറ്റ് പ്ലേസ് 1 and 2 മുന്നേ നടന്ന കാര്യങ്ങൾ, അതാണ് ഈ സിനിമ നമ്മളെ കാണിച്ചു തരുന്നത്. 1 മണിക്കൂർ 44 മിനിറ്റ് എന്തോ സിനിമയുള്ളൂ. ഭയങ്കര എൻഗേജിങ് ആയിരുന്നു. കിട്ടിയില്ലൻ സൗണ്ട് എഫക്റ്റ്. ഞാൻ കണ്ട DCP 2K 7.1 ആയിരുന്നു. കേരളത്തിൽ അതേ കിട്ടിയിട്ടുള്ളതെന്ന് തോന്നണം. എവിടെയെങ്കിലും അറ്റ്മോസ് ഉണ്ടാകുന്നുള്ള കാര്യം എനിക്ക് എൻ്റെ അറിവിലില്ല. കാരണം ബാക്കി എല്ലാ തിയേറ്റേഴ്സിലും കലക്കി ഓടിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട്, അറ്റ്മോസ് തിയേറ്റേഴ്സൊക്കെ കലക്കി എടുത്തേക്കണമുണ്ട്. ഈ സിനിമയ്ക്ക് അറ്റ്മോസ് തിയേറ്റേഴ്സ് കിട്ടിയിട്ടില്ല എന്നാണ് എൻ്റെ അറിവ്. പക്ഷെ ഭാഗ്യത്തിന് ഞാൻ ഇത് ഫോർമോൾ PVR കണ്ടുകൊണ്ട് അവിടുത്തെ സ്ക്രീൻ 2K ലേസർ സ്ക്രീനാണ്, ലേസർ പ്രൊജക്ഷനാണ്. 2K 7.1 ആണ്. അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. ഫുൾ സറൗണ്ട് സൗണ്ടൊക്കെ നല്ല കിഡിലായിട്ട് വർക്ക് ചെയ്ത്. വാട്ട് എ സൗണ്ട് ഡിസൈൻ. എൻ്റെ മോനെ, അമ്മാതിരി എഫക്റ്റ് ആയിരുന്നു ഈ സിനിമ ഞാൻ തിയേറ്ററിൽ കണ്ടിട്ട്. എനിക്ക് ഇതിൻ്റെ സൗണ്ടിന് മാത്രം ഇതിൻ്റെ ടിക്കറ്റ് പ്രൈസ് മുതലേ അവിടെ എനിക്കൊരു ജാക്ക് പോട്ട് അടിച്ച്. കോട്ടക്കിൻ്റെ PVRൻ്റെ കാർഡ് കാരണം എനിക്ക് മാസം മാസം ഒരു വൗച്ചർ കിട്ടും. എനിക്ക് ഇത് വൗച്ചറിൽ റിഡീം ചെയ്യാൻ പറ്റുകയും ചെയ്തു. വെറും 30 രൂപയായിട്ടുള്ള ബുക്കിംഗ് ചാർജ് മാത്രമായുള്ളൂ എനിക്ക് ഈ സിനിമയ്ക്ക്. ടിക്കറ്റിൻ്റെ പൈസ എനിക്ക് ആയില്ല. ഇല്ലെങ്കിൽ പോലും 190 റുപ്പീസിൻ്റെ എൻ്റെ ആ ടിക്കറ്റ് ഞാൻ പൈസ കൊടുത്ത് അല്ലാതെ വാങ്ങിയാൽ പോലും, ഇതും പൈസ കൊടുത്ത് തന്നെയാണ്, അതായത് ഈ കാർഡ് യൂസ് ചെയ്യണോണ്ട് എനിക്ക് വൗച്ചർ കിട്ടിയെന്നേ ഉള്ളൂ. പക്ഷേ അത് 190 പ്ലസ് 30 രൂപ കൂടി ചേർത്ത് എനിക്ക് എങ്ങനെ പോയാലും ഈ സിനിമ ലാഭമായിരുന്നു ഞാൻ പറയും. കാരണം അത്രയും സൗണ്ട് എക്സ്പീരിയൻസ് ആയിരുന്നു ഈ സിനിമ. ഈ അടുത്തൊന്നും ഇത്രയും സൗണ്ടിൽ, ഇത്രയും ഒരു സറൗണ്ട് സൗണ്ടിൽ ഞാൻ ഒരു സിനിമ കണ്ടിട്ടില്ല. അത്ര എനിക്ക് ഇഷ്ടപ്പെട്ടു. ഈ സിനിമയ്ക്ക് സൗണ്ട് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. ഏറ്റവും കൂടുതൽ അവർ ശ്രദ്ധിച്ചിരിക്കുന്നതും ആ സൗണ്ടിൽ തന്നെയാണ്. കാരണം എന്താണെന്നുള്ളത് നിങ്ങൾ ക്വയറ്റ് പ്ലേസ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ക്വയറ്റ് പ്ലേസ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് പടമോ അല്ലെങ്കിൽ ഈ ഫ്രാഞ്ചൈസിലേക്ക് എൻ്റർ ചെയ്യാൻ താല്പര്യമുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ ഈ പടം കണ്ടിട്ട് ഇനി 1 and 2 കാണും. 1 വേറെ ലെവൽ പടം തന്നെയാണ്. 2 എനിക്കിഷ്ടമാണ്. ഇത് ആ ഒരു ക്വാളിറ്റിയുടെ അത്രത്തിലേക്ക് ക്വാളിറ്റി എത്തിയിട്ടുണ്ട്. ആ ഒരു പടത്തിൻ്റെ ആ ഒരു സംഭവത്തിലേക്ക് എത്തിച്ചേരാൻ പറ്റിയിട്ടുണ്ടോ എന്ന് വെച്ചാൽ പറ്റിയിട്ടുണ്ട്. പക്ഷേ അത് വേറെ ലീഗായിരുന്നു. എന്നാലും ഇതിലെ ആക്ട്രസ് ലുപ്പീറ്റ ന്യോങ്ങോ, അങ്ങനെ എനിക്ക് അത് ഭയങ്കര പാടാണ് എനിക്ക് ആ പേര് പ്രൊണൗൺസ് ചെയ്യാനായിട്ട്. അതുകൊണ്ടാണ്, അല്ലാതെ വേറെ ഒന്നും വിചാരിക്കരുത്. കുറച്ച് പാട് തന്നെയാണ് എനിക്ക് പ്രൊണൗൺസ് ചെയ്യാനായിട്ട്. പുള്ളിക്കാരി ഒരുപാട് സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. ജംഗിൾ ബുക്ക്, ഷാബാസ് ഫോഴ്സ് വേക്കൻസ്, ബ്ലാക്ക് പാന്തറിൽ നക്കിയായിട്ട് അഭിനയിക്കുന്ന ആക്ട്രസ്സാണ്. വാക്കണ്ട ഫോറെവർ എല്ലാത്തിലും ഉള്ളതാണ്. അടിപൊളി ആക്ട്രസ്സാണ്. ഇതിനകത്ത് പുള്ളിക്കാരിക്ക് പെർഫോം ചെയ്യാൻ കിട്ടിയിട്ടുണ്ട്. പുള്ളിക്കാരി തകർത്തനുണ്ട്. കൂടെ ഒരു പൂച്ചയുണ്ട് ഡേ. എനിക്ക് സത്യം പറഞ്ഞ പൂച്ചകളെ വലിയ ഇഷ്ടമല്ല. പക്ഷെ ഇതിലെ പൂച്ചയോട് എനിക്ക് അമ്മാതിരി സ്നേഹം തോന്നി. ഒരു രക്ഷയില്ല. ആ ക്യാരക്ടർ നമ്മൾ ഇഷ്ടപ്പെടുത്തി കളയും. കൂടെ ഒരു ചെറുക്കനുണ്ട്. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. ആകെ 1.25 മണിക്കൂർ സിനിമയുള്ളൂ. അത് തിയേറ്ററിൽ പോയി നിങ്ങൾ എൻജോയ് ചെയ്തു. ഞാൻ പ്ലോട്ടോ കാര്യങ്ങളോ ഒന്നും ഞാൻ പറയാൻ നിൽക്കുന്നില്ല. ദിസ് ഈസ് എൻ എക്സ്പീരിയൻസ്. ദിസ് ഈസ് എ സൗണ്ട് എക്സ്പീരിയൻസ്. പിന്നെ ഈ ആഴ്ച ഐ ആം ദ ഹാപ്പി ഓഫ് ദി ഇന്ത്യ. കാരണം ഇന്നലെ ഇന്നുമായിട്ട് ഞാൻ കണ്ട 3 സിനിമകളും എൻ്റെ മോനെ കിടിലൻ. ഇന്നലെ കലിക്ക് കണ്ടു. രാവിലെ ഞാൻ നമ്മുടെ ദർശനയുടെയും റോഷൻ്റെയും പാരഡൈസ് കണ്ടു. ഇപ്പോഴത്തെ ഇത്. ആസ് എ ഫിലിം ലവർ ഞാൻ കൃതാർത്ഥനാണ് ഇൻ എ പോസിറ്റീവ് മാനർ. കാരണം 3 സൂപ്പറായിരുന്നു. ബാക്കി 2 പടത്തിൻ്റെയും അഭിപ്രായം ഞാൻ ചാനലിട്ടിരുന്ന് കണ്ടു നോക്കിയാൽ മതി. ദിസ് വാസ് വാട്ട് ദ വാച്ച് ഇൻ തിയേറ്റേഴ്സ് ഇൻ മൈ ഒപ്പീനിയൻ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എന്തായാലും നമ്മുടെ OG ക്വയറ്റ് പ്ലേസിൻ്റെ 3rd പടം വരുന്നുണ്ട്. അത് എമിലി ബ്ലണ്ടും ഉണ്ട് അതിനകത്ത്. എമിലി ബ്ലണ്ടിന് തന്നെ
ഹസ്ബൻഡ് ആയിട്ടുള്ള റിയൽ ലൈഫ് പാർട്ട്ണർ ആയിട്ടുള്ള ജോൺ ക്രസിൻകി തന്നെയാണ് ആ ഒരു സിനിമയും ഡയറക്റ്റ് ചെയ്യാൻ പോകണമെന്ന് അറിയാൻ കഴിഞ്ഞു. 1ഉം 2ഉം പുള്ളി തന്നെയാണ് ചെയ്തിരുന്നത്. നിങ്ങൾ എന്താണ് പുള്ളിക്കാരനെ പലയിടത്തും കണ്ടിട്ടുണ്ടാവും. എസ്പെഷ്യലി മാർവലിൻ്റെ സിനിമയിൽ വരാനിരിക്കുന്ന ഫാൻറ്റാസ്റ്റിക് ഫോർ ആയിട്ട് കാസ്റ്റ് ചെയ്തിരിക്കുന്ന ആളാണ്. ഈവൻ നമ്മുടെ ഡോക്ടർ സ്ട്രേഞ്ച് സിനിമയുടെ അകത്ത് നമ്മുടെ മൾട്ടിവേഴ്സ് ഓഫ് മാഡ്നസിനകത്ത് പുള്ളി ഒരു ക്യാമിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ആസ് മിസ്റ്റർ ഫാൻറ്റാസ്റ്റിക് ആയിട്ട്. അപ്പോൾ പുള്ളിയാണ് ശരിക്കുമുള്ള ക്വയറ്റ് പ്ലേസിൻ്റെ 1ഉം 2ൻ്റെയും ഡയറക്ടർ. എനിക്ക് ആ തേർഡ് പടം ഇപ്പോൾ കാണാൻ ഭയങ്കര ഒരു ഇതായി. 1ഉം 2ഉം എനിക്ക് ഭയങ്കര ഇഷ്ടം. 1ഉം 2ഉം ഒരു ടെൻഷൻ ബിൽഡ് ചെയ്യുന്ന കുറച്ച് സിറ്റുവേഷൻസ് ഉണ്ട്. 1ലാണെങ്കിൽ മനുഷ്യൻ്റെ നമ്മുടെ ഹൃദയം തകർക്കുന്ന ഒരു സീനുണ്ട്. ട്രെയിൻ ടു ബുസാൻ കണ്ടു കഴിഞ്ഞിട്ട് ഞാൻ അവസാനമായപ്പോഴേക്കും ഞാൻ എന്താണ് ഒരു ഭാരമായിട്ടാണ് ഞാൻ ആ സിനിമ കണ്ടു തീർത്തത്. അതേപോലെ തന്നെയായിരുന്നു ക്വയറ്റ് പ്ലേസിൻ്റെ 1ൻ്റെ എൻഡിങ്. ഓ മൈ ഗാഡ്, എന്താണെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ അത് ഭയങ്കര സീനായിട്ടുള്ള ഒരു എൻഡിങ് ആയിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ ഈ സിനിമയിലും ഒരു സംഭവമുണ്ട്. സ്പോയിലർ ആവുന്നതുകൊണ്ട് ഞാൻ ഒന്നും പറയുന്നില്ല. നിങ്ങൾ ഈ ഒരു ഫ്രാഞ്ചൈസിൻ്റെ ഒരു ഫാനാണെങ്കിൽ ഈ സിനിമ മസ്റ്റായിട്ട് കാണണം. അത് തിയേറ്ററിൽ തന്നെ കാണണം. നിങ്ങൾ ഒരു ഓഡിയോ ഫൈലാണ്, സൗണ്ട്, സിനിമയിലുള്ള സൗണ്ടിനെ അപ്രീഷിയേറ്റ് ചെയ്യുന്ന ആളാണെങ്കിൽ ഈ സിനിമ കാണണം. ഇതിൻ്റെ ആ സൗണ്ട് ചെയ്തിരിക്കുന്നത് അടിപൊളിയായിട്ടാണ്. സിനിഫൈൽസ് ആയിട്ടുള്ള ആൾക്കാർ ഈ സിനിമ കണ്ടിരിക്കണമെന്ന് ഞാൻ പറയും. ഇത് തിയേറ്ററിൽ തന്നെ കാണണം. കാരണം ഇറ്റ് ഈസ് എൻ എക്സ്പീരിയൻസ്. ഉണ്ട് ഇത്രയും ലെവലിൽ സൗണ്ട് എക്സ്പീരിയൻസ് ചെയ്ത ഒരു സിനിമ ഉണ്ട്, പറയാൻ പറ്റുമായി ഫ്യൂറിയോസ. അത് വേറെ സീൻ തന്നെയായിരുന്നു, വേറെ സീൻ. അപ്പോൾ ആ പറഞ്ഞതിൽ ഒരു ചെറിയ തിരുത്തണ്ട്. ഇക്കൊല്ലം 2 പടങ്ങൾ, ഇതും ഫ്യൂറിയോസയാണ്, വേറെ ലെവൽ സൗണ്ട് ഡിസൈനിൽ ഞാൻ കണ്ടത്. അതൊരു സാധനമായിരുന്നു. പക്ഷേ ഫ്യൂറിയോസ ഞാൻ അറ്റ്മോസിലാണ് കണ്ടത്. അറ്റ്മോസ് ഔട്ടിൽ തന്നെയാണ് കണ്ടത്. ഞാൻ 4K അറ്റ്മോസ് DCP ആണ് കണ്ടത്. അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഭാഗ്യമായിരുന്നത്. ഞാൻ വരുന്നതിൽ കണ്ടുകൊണ്ട് എനിക്കത് കാണാൻ പറ്റി. പക്ഷേ ദിസ് അൺഫോർച്ചുനേറ്റ്ലി വരുന്നതിൽ ഇല്ല. അതുകൊണ്ടാണ് ഫോറമിൽ പോയി കണ്ടത്. ഫോറമല്ലാതെ വേറെ ഓപ്ഷൻ എനിക്ക് നന്നായിട്ട് തോന്നിയില്ല. ലേസറിൽ കാണുമെന്ന് നിർബന്ധമുള്ളതുകൊണ്ട് ഞാൻ അവിടെ പോയി കണ്ടത്. അടിപൊളിയായിരുന്നത്, കിടിലൻ, സൂപ്പർ എക്സ്പീരിയൻസ്. ഇത്ര പറയാനുള്ളത്, വേറൊന്നും പറയണ്ട, കിടിലൻ പടമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. 1ഉം 2ൻ്റെ അത്രയ്ക്ക് വന്നില്ല എന്നുള്ളൂ. പക്ഷേ ഇതിനെ ഒരു സ്റ്റാൻഡ് ലോൺ അല്ലെങ്കിൽ ഒരു സ്പിൻ ഓഫ് പ്രീക്വലായിട്ട് ഇറ്റ് വാസ് സൂപ്പർ. അതായത് ഇപ്പോൾ സിമ്പിളാക്കി പറയുകയാണെങ്കിൽ ലോർഡ് ഓഫ് ദ റിങ്സ് 1, 2, 3 വേറെ സീനാണ്. ഹോബിറ്റ് എങ്ങനെയാണ്, കിടിലാണ്, പക്ഷെ ആ ലെവലിൽ വന്നില്ല, അത്രേ ഉള്ളൂ. അപ്പോൾ ഇതിനെ ഹോബിറ്റായിട്ട് കണ്ടാൽ മതി. നമ്മുടെ ക്വയറ്റ് പ്ലേസ് പാർട്ട് 1ഉം 2ഉം ലോർഡ് ഓഫ് ദ റിങ്സ് പോലെ കൺസിഡർ ചെയ്താൽ മതി. മനസ്സിലായില്ലേ? ഒരു സംഭവം മനസ്സിലാക്കി തരാൻ വേണ്ടി ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞു എന്നുള്ളൂ. അപ്പോൾ എത്രയേ ഉള്ളൂ. ഇതാണ് എൻ്റെ ഈ സിനിമയെ പറ്റിയുള്ള അഭിപ്രായം. ഓൾറെഡി സിനിമ കണ്ടവരാണെങ്കിൽ അഭിപ്രായം രേഖപ്പെടുത്തുക. പിന്നെ പടം IMAX ഇട്ടെന്ന് കേട്ട്, ഇവിടെ എങ്ങും എൻ്റെ പരിധിയിലുള്ള IMAX-ലോ അല്ലെങ്കിൽ ഞാൻ സ്ഥിരം പോകാറുള്ള IMAX-ലൊന്നും ഈ പടം കണ്ടില്ല. പക്ഷേ ഇത് IMAX ഫോർമാറ്റിൽ പടം ഉണ്ട്. ഫുൾ സ്ക്രീൻ ആണോ അല്ലെങ്കിൽ സ്കോപ്പ് ആണോ എന്നുള്ള കാര്യം എനിക്കറിയില്ല. അതായത് ഫ്ലാറ്റ് ആണോ ഫുൾ സ്ക്രീൻ ആണോ എന്നുള്ളത്, ഫ്ലാറ്റ് ആണോ സ്കോപ്പ് ആണോ എന്നുള്ള കാര്യം എനിക്ക് അറിയത്തില്ല. അതിനെപ്പറ്റി അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്യുക. സ്കോപ്പാണെന്ന് എനിക്ക് തോന്നണം. ഈ സിനിമ എടുത്തിരിക്കുന്നത് സ്കോപ്പിലാണെന്ന് തോന്നണം, അല്ലെങ്കിൽ എന്തായാലും അറിഞ്ഞാൽ. എനിവേസ് IMAX കാണാൻ പറ്റിയ IMAX കാണാതെ കൂട്ടില്ല. കാരണം IMAX-ൻ്റെ സൗണ്ട് വേറെ സീനാണ്. അതുകൊണ്ട് തന്നെ IMAX കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര ബോധ്യമായിരിക്കും. ട്രിവാൻഡ്രം IMAX-ലൊന്നും ഈ പടമേ ഇല്ല. അവിടെ കൽക്കിക്ക് പോലും മര്യാദക്ക് ആളെ കണ്ടില്ല. ഇങ്ങനെ ആലോചിക്കുമ്പോഴാണ് ഈ IMAX ഇവിടെ ആയിരുന്നെങ്കിൽ എന്ന് ആലോചിച്ച് പോണത്. ഈ പടമൊക്കെയാണ് PXൽ കാണേണ്ടത്. പിന്നെ കൽക്കിയും ഓഫ് കോഴ്സ് PXൽ കാണാൻ ഭയങ്കര രസമായിരിക്കും. പക്ഷേ DCP 4K ഇല്ല, അറ്റ്മോസ് ഇല്ല. ആരോട് പറയാൻ, ആര് കേൾക്കാൻ? ഇവിടുത്തെ ഡിസ്ട്രിബ്യൂട്ടേഴ്സ്, എൻ്റെ പൊന്നു മക്കളെ, പ്ലീസ്, സിനിമ ഇത്രയും കഷ്ടപ്പെട്ട് അടിപൊളി ക്യാമറയിലൊക്കെ എടുത്ത് വെച്ചിട്ട് അതിൻ്റെ DCP കൊണ്ടുവരുമ്പോൾ നിങ്ങൾ ഒരുമാതിരി മറ്റേ പീരങ്കിയിൽ മുത്തിട്ട് പൊട്ടിക്കണ അവസ്ഥയാണ് കാണിക്കുന്നത്. അതുകൂടെ ഞാൻ ഇതിനകത്ത് എടുത്ത് പറയുന്നതാണ്. കൽക്കിയുടെ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് പ്ലീസ്, ആ സിനിമ എന്തിലും എടുത്തു വെച്ചേക്കണമെന്ന് അറിയാവോ? ഡ്യൂൺ 1 and 2, വരാനിരിക്കുന്ന ജോക്കർ, ഇതൊക്കെ എടുത്തു വെച്ചേക്കണ, ഫ്യൂറിയോസയൊക്കെ എടുത്ത, ആരി അലക്സ 65-ൽ എടുത്ത സിനിമയാണ് കൽക്കി. അത് നിങ്ങൾ 6.5K റെസൊല്യൂഷൻ കേപ്പബിൾ ആയിട്ടുള്ള ഒരു ക്യാമറയിൽ ആ ഒരു ഫുട്ടേജിൽ എടുത്ത സിനിമ 4K അറ്റ്മോസിലെങ്കിലും ആൾക്കാരെ കാണിക്കണം. അല്ല അത് 2K 5.1-ലല്ല കാണിക്കേണ്ടത്. എൻ്റെ പൊന്ന് കൽക്കി ഡിസ്ട്രിബ്യൂട്ടേഴ്സേ പ്ലീസ്.
മര്യാദക്കൊന്ന് 4K അറ്റ്മോസ് ഔട്ടൊന്ന് കൊണ്ടുപോവാ. നിങ്ങൾ മറ്റേ ഈ പറഞ്ഞ തിയേറ്റേഴ്സ് എല്ലാത്തിലും ഇതൊക്കെ പ്ലേ ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഉള്ള തിയേറ്റേഴ്സ് ഇവിടെ ഉണ്ട്. പക്ഷെ നിങ്ങൾ കൊടുക്കണത് ഞാൻ പറഞ്ഞില്ലേ മറ്റേ നല്ല ഒന്നാമത്തെ ഒരു മെഷീൻ ഗണ്ണ് മേടിച്ച് വെച്ചിട്ട് അതിനകത്ത് തരുന്ന ഉണ്ട മറ്റേ മുത്തല്ലെങ്കിൽ മറ്റേ തെർമോക്കോൾ കൊണ്ടിട്ട് പൊട്ടിക്കണ അവസ്ഥയാണ് ഇപ്പോൾ നിങ്ങൾ കാണിക്കുന്നത്. എനിവേസ് ടാറ്റ, ബൈ ബൈ.